കൂട്ടുകാരെ, ഒടുവിൽ നമ്മുടെ ഈ മഹാദേവൻ ആ ഒരു രഹസ്യം അറിയുന്നു. അത് നമ്മുടെ പ്രേക്ഷകരെ ഒരു വൻ പൊട്ടിത്തെറി തന്നെയാണ് ഇനി ഗൗരി ശങ്കരത്തിൽ വരാൻ പോകുന്നത്. നമ്മുടെ വേണിയും ആദർശം കൂടി നമ്മുടെ ശങ്കറിന്റെയും ഗൗരിയുടെയും അടുക്കൽ വേണി പ്രഗ്നന്റ് അല്ല എന്നുള്ളൊരു സത്യം വെളിപ്പെടുത്തുകയാണ് പ്രേക്ഷകരെ. അപ്പോൾ നമ്മുടെ ആദർശം ഇങ്ങനെ പലവട്ടം ചോദിക്കുന്നുണ്ട്, പിന്നീടുള്ള ഒരു പൊട്ടിത്തെറി സഹിക്കാൻ നീ റെഡിയാണോ എന്നൊക്കെ നമ്മുടെ വേണിയുടെ അടുത്ത് പലവട്ടം ചോദിക്കുന്നുണ്ട്. അപ്പോൾ വേണി പറയുന്നുണ്ട്, ഇനിയും ഇത് വഷളായി വരികയുള്ളൂ, ഇപ്പോഴേ അവരുടെ അടുത്ത് പറഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞ് നമ്മുടെ വേണി നമ്മുടെ ഗൗരിയെയും ശങ്കറിനെയും വിളിച്ച് ഈ രഹസ്യം പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ശങ്കർ പറയുന്നുണ്ട്, അച്ഛൻ എന്ത് ചെയ്യുമെന്ന് നിനക്ക് അറിയാമോ, ഗൗരി എന്താ ചെയ്തതെന്ന് നിനക്ക് അറിയില്ലേ എന്നൊക്കെ ചോദിച്ചിങ്ങനെ പലതും ഓർമ്മിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ വേണി പറയുന്നുണ്ട്, ആണിനും പെണ്ണിനും ഒരേ നിയമം ബാധകമല്ലേ, ഒരേ തെറ്റല്ലേ നിങ്ങൾ ആവർത്തിച്ചതെന്നൊക്കെ നമ്മുടെ ഗൗരിയും പറയുന്നുണ്ട് കേട്ടോ. ശേഷം നമ്മുടെ ശങ്കർ ഇങ്ങനെ വിറച്ച് നമ്മുടെ മഹാദേവന്റെ അടുക്കൽ ഈ ഒരു സത്യം, ഈ ഒരു ബോംബ് പൊട്ടിക്കുന്നൊരു രംഗം തന്നെയാണ് പ്രേക്ഷകരെ നമുക്ക് പ്രൊമോയ്ക്കൊടുവിൽ കാണുവാൻ സാധിക്കുന്നത്. ഇനി എന്തൊക്കെയാകും നടക്കാൻ പോകുന്നത്? നമ്മുടെ ആദർശിനെ ചികിത്സിച്ച് ഭേദമാക്കാൻ നമ്മുടെ മഹാദേവൻ എല്ലാത്തിനും കൊണ്ട് ഒരുക്കമായിരുന്നു. ഇനി ഈ ഒരു കാര്യം അറിയുമ്പോൾ നമ്മുടെ മഹാദേവൻ വേണിയും ആദർശിനെയും ഒക്കെ കട്ട ഉറപ്പായിരിക്കും. പിന്നെ ആദർശിനെ ചികിത്സിക്കാൻ ഒന്നും ഇനി മഹാദേവനെ കിട്ടില്ല. ഇനി കഥ എങ്ങനെയായി തീരുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. നമ്മുടെ വേണിയുടെയും ആദർശിന്റെയും കാര്യം എങ്ങനെയാകും, നമ്മുടെ ഗൗരിയുടെയും ശങ്കർ ഇവരുടെ കാര്യം എന്തായിത്തീരും എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.